ബന്ധുനിയമന വിവാദത്തിൽ കെ.ടി. ജലീൽ മന്ത്രിസ്ഥാനം നിലനിർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയാണെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരന്റെ മകൻ DS നീലകണ്ഠനെ ഇൻഫർമേഷൻ കേരള മിഷനിൽ ടെക്നിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചത് മാനദണ്ഡങ്ങൾ മറികടന്നാണ്. ഈ തിരിമറി മുൻനിർത്തി ജലീൽ കോടിയേരിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് ഫിറോസിന്റെ ആരോപണം. ആരോപണങ്ങളെ തള്ളി CPM നേതാക്കൾ രംഗത്തെത്തി. ബന്ധു നിയമന വിവാദത്തെ തുടർന്ന് രാജി ഒഴിവാക്കാനായി മന്ത്രി കെ.ടി. ജലീൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇതിനായി കേരള ഇൻഫർമേഷൻ മിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടർ നിയമനം ഉപയോഗപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാണ് പി.കെ. ഫിറോസ് പറയുന്നത്. CPM നേതാവായ കോയിലക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരന്റെ പുത്രൻ TS നീലകണ്ഠനെ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചത് മാനദണ്ഡങ്ങൾ മറികടന്നായിരുന്നു. കോടിയേരിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കെ ഇത്തരത്തിൽ ഒരു നിയമനം നടത്തിയത്. ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്ന വാദമാണ് പി.കെ. ഫിറോസ് ഇന്ന് മുന്നോട്ട് വെച്ചത്. ജലീൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണനോട് പറയും, ഞാൻ ഈ നിയമനത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നാൽ ഇതിലും ഗൗരവമായ രീതിയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ തന്നെ താല്പര്യപ്രകാരം എൻ്റെ വകുപ്പിന് കീഴിൽ എനിക്ക് യാതൊരു അറിവോ എൻ്റെ ഇടപെടലോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിയമനം നടന്നിട്ടുണ്ട്. എൻ്റെത് 80,000-ഉം 1 വർഷവുമാണ് കാലാവധിയെങ്കിൽ നിങ്ങളുടേത് 1,00,000-ഉം 5 വർഷവുമാണ്. അപ്പോൾ എനിക്ക് രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ ഇത് വലിയ തോതിൽ ഇത് പുറത്തു വരും. നിയമനത്തിന് ധനകാര്യ വകുപ്പിന്റെ അനുമതി തേടിയിരുന്നില്ല. മറ്റാർക്കുമില്ലാത്ത ശമ്പളവും TS നീലകണ്ഠന് നൽകി. മാത്രമല്ല അധിക യോഗ്യതയുള്ള ആളെ മറികടക്കാനായി ഇന്റർവ്യൂവിൽ കൂടുതൽ മാർക്കും നൽകിയതായി പി.കെ. ഫിറോസ് ആരോപിച്ചു. ഇത് വ്യക്തമാക്കുന്ന ചില രേഖകളും ഫിറോസ് പുറത്തുവിട്ടു. എന്നാൽ പി.കെ. ഫിറോസിന്റെ വാദങ്ങളെ തള്ളി CPM നേതാവായ കോയിലിയക്കോട് കൃഷ്ണൻ നായർ രംഗത്തെത്തി. സഹോദരൻ്റെ പുത്രനുണ്ട്, അവനെനിക്കറിയാം. അവൻ്റെ നിയമനവുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഗവൺമെൻറ്റുമായിട്ടോ പാർട്ടിയുമായിട്ടോ അവൻ ഇടപെട്ടതായിട്ടോ എനിക്കറിഞ്ഞൂടാ. ബ്ലാക്ക് മെയിലിംഗ് ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നായിരുന്നു മന്ത്രി E.P. ജയരാജന്റെ പ്രതികരണം. എല്ലാ അടിസ്ഥാനരഹിത എന്തെങ്കിലും ഭ്രാന്ത് പറയുന്ന ആരെങ്കിലും ഓരോരുത്തർ പറയുന്നതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാനില്ല. എന്ത് സഹോദരി എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കുന്നു ഇത് പറയല്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ യൂത്ത് ലീഗ് ഉയർത്തിയതോടെ ഇതിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതൃത്വവും എത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ നിയമനത്തിനു പിന്നിൽ CPM നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്ന ആരോപണം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദും പിന്നാലെ ഉയർത്തി. KR സാജു, മീഡിയ 1, കോഴിക്കോട്.